Let's go to the next question. Question number 26. Among the given organic compound, the total number of aromatic compound. നോക്കൂ, ഇത് ചോദിച്ചിരിക്കുന്നതും നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ഇവിടം വരെ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്. എന്നാൽ ഇത് ഇവിടെ എന്തില്ല? നെക്സ്റ്റ് പൊസിഷൻ, ഓൾട്ടർനേറ്റ് പൊസിഷനിൽ അവിടെ ഡബിൾ ബോണ്ട് ഇല്ല. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് കോൺജുഗേഷൻ സാധ്യമാകൂല. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ, ആദ്യത്തെ കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് കോൺജുഗേഷൻ ഇല്ല, അതുകൊണ്ട് ഇയാൾ ആരോമാറ്റിക് അല്ല. എന്നാൽ രണ്ടാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ, ആ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ആരോമാറ്റിസിറ്റി ഉണ്ടോ നോക്കിയാൽ മതി. ഉറപ്പായും നിങ്ങൾക്കറിയാം, ഈ ഒരു പാർട്ട് നമ്മൾ നോക്കിയാൽ അത് ബെൻസീൻ റിംഗ് അല്ലേ, അവിടെ ആരോമാറ്റിസിറ്റി ഉണ്ടല്ലോ. ഉണ്ടോ ഇല്ലയോ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോമ്പൗണ്ടിൽ ആരോമാറ്റിസിറ്റി ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിയർ വി ഹാവ് എ ഡബിൾ. ഓക്കെ, here we have a double, and next here we have a double, here also we have a double, next ഒരു ലോൺ പെയർ. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? കോൺജുഗേഷൻ ഉണ്ട് അല്ലേ? സോ കോൺജുഗേഷൻ ഉണ്ട്, ആൻഡ് ഇതൊരു പ്ലനാർ സിസ്റ്റമാണ്, കാരണം ഇടയ്ക്ക് ഒരു ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും നമുക്ക് എന്ത് ചെയ്യാം? ആരോമാറ്റിക്. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്, 4n+2. നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ ഓരോരോ റിങ്സ് നമ്മൾ നോക്കാം. ഇയാള് ആരോമാറ്റിക് ആണ്, ഇയാളും ആരോമാറ്റിക് ആണ്. ഇനി അതല്ല, നിങ്ങൾ നടുക്കുള്ള പാർട്ട് നോക്കിയാൽ നടുക്കുള്ള പാർട്ട് എന്താണ്? ആരോമാറ്റിക് ആണ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് കോമ്പൗണ്ട് ടോട്ടലി ഇറ്റ്സ് എ പ്ലാനാർ കോമ്പൗണ്ട്, ഇസ്ന്റ് ഇറ്റ്? സോ കംപ്ലീറ്റ് അതിനകത്ത് എന്ത് പോസിബിൾ ആണ്? ആരോമാറ്റിസിറ്റി പോസിബിൾ ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ആരോമാറ്റിസിറ്റി ഉണ്ട്. അപ്പൊ ഏതെല്ലാം നോക്കൂ, എമംഗ് ദ given compound the total number of aromatic compound ആണ്. So B aromatic ആണ്, C aromatic ആണ്, D aromatic ആണ്. So your answer is 3.